നാളെ നടക്കുന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 3 പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ടഡ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് അവസാനം വരെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണം. മാർക്ക് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ, അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് 2025. അപ്പം 2025 ലോറസ് പുരസ്കാരമാണ് നോക്കുന്നത്. ആ ലോറസ് പുരസ്കാരത്തിലെ മികച്ച പുരുഷ താരം അഥവാ സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ ആർക്കാണ് ലഭിച്ചത്? അർമാൻഡ് ഡുപ്ലാന്റിസിനാണ്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറഞ്ഞാൽ അർമാൻഡ് മോണ്ടോ ഡുപ്ലാന്റിസിനാണ് കേട്ടോ. അപ്പൊ ഇദ്ദേഹം ഒരു പോൾ വോർട്ട് കായിക താരമാണ്. പോൾ വോർട്ട് കായിക താരമാണ്. സ്വീഡൻ സ്വദേശിയാണ് കേട്ടോ. അതുപോലെ തന്നെ ലോറസ് പുരസ്കാരത്തിലെ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സിമോൺ ബെയിൽസിലാണ്. ഇവര് ജിംനാസ്റ്റിക് കായിക താരമാണ്. അതോടൊപ്പം തന്നെ അമേരിക്ക സ്വദേശിയുമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. ലോറസ് കായിക പുരസ്കാരത്തിലെ 2025 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സിലെ മികച്ച പുരുഷ താരം അഥവാ സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം അർമാൻഡ് മോണ്ടോ ഡുപ്ലാന്റിസിനാണ്. അദ്ദേഹം പോൾ വോർട്ട് കായിക താരമാണ്. സ്വീഡൻ സ്വദേശിയാണ്. അതുപോലെ തന്നെ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം സിമോൺ ബെയിൽസിന്. അവര് ജിംനാസ്റ്റിക് കായിക താരമാണ്. അമേരിക്ക സ്വദേശിയാണ്. അതുപോലെ തന്നെ ലോറസ് വേൾഡ് സ്പോർട്സ് പുരസ്കാരത്തിലെ 2025 ടീം ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുത്തത് റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബിനെയാണ് കേട്ടോ. അപ്പൊ ടീം ഓഫ് ദ ഇയർ പരീക്ഷയ്ക്ക് ചോദിക്കാം. മികച്ച ടീമായിട്ട് തിരഞ്ഞെടുത്ത ഏതിനെയാണ്? റിയൽ മാഡ്രിഡിനെയാണ് കേട്ടോ. റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബിനെയാണ് മികച്ച ടീമായിട്ട് തെരഞ്ഞെടുത്തത്. അപ്പോൾ ലോറസ് വേൾഡ് പുരസ്കാരം നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നോക്കി വെക്കണം. അടുത്തത് ബാലൻഡിയോർ പുരസ്കാരം 2025. ഈ ബാലൻഡിയോർ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ താരങ്ങൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ബാലൻഡിയോർ പുരസ്കാരം. നമുക്ക് നോക്കാം. 2025 ബാലൻഡിയോർ പുരസ്കാരത്തിലെ മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെബല്ലേക്കാണ് കേട്ടോ. ഫ്രാൻസ് താരമാണ് ഉസ്മാൻ ഡെബല്ലെ. മികച്ച വനിതാ താരം ഐറ്റ്ന ബോൺമാറ്റി, സ്പെയിൻ. നമ്മുടെ ഫിഫ പുരസ്കാരത്തിലെ പോലെ തന്നെയാണ് ഇവർക്കും രണ്ടുപേർക്കും ബാലൻഡിയോർ പുരസ്കാരവും ലഭിച്ചത്. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചോണം. ബാലൻഡിയോർ പുരസ്കാരം 2025 മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെബല്ലെ, ഫ്രാൻസ്. മികച്ച വനിതാ താരം ഐറ്റ്ന ബോൺമാറ്റി, സ്പെയിൻ. ക്ലിയർ ആണ്? ഇനി അടുത്ത നോക്കാം. അതുപോലെ തന്നെ ഫിഫ അവാർഡ്സ് 2025 ഫിഫ പുരസ്കാരം 2025 മികച്ച പുരുഷ താരം നമ്മുടെ ബാലൻഡിയോർ പുരസ്കാരത്തിലെ പോലെ തന്നെ ഉസ്മാൻ ഡെബല്ലെ, ഫ്രാൻസ്. മികച്ച വനിതാ താരം ഐറ്റ്ന ബോൺമാറ്റി, സ്പെയിൻ കേട്ടോ. അപ്പൊ മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെബല്ലെ, ഫ്രാൻസ്. മികച്ച വനിതാ താരം ഐറ്റ്ന ബോൺമാറ്റി, സ്പെയിൻ. ഇനി മികച്ച പുരുഷ ഗോൾ കീപ്പർ ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. മികച്ച പുരുഷ ഗോൾ കീപ്പർ ആരാണ്? ജിയാൻ ലൂജി ഡൊണാരുംബയാണ് കേട്ടോ. ഇറ്റലി താരമായിട്ടുള്ള മികച്ച പുരുഷ ഗോൾ കീപ്പർ ആരാണ്? ജിയാൻ ലൂജി ഡൊണാരുമയാണ്. ഇറ്റലി കായിക താരമാണ്. അതുപോലെ തന്നെ മികച്ച വനിതാ ഗോൾ കീപ്പർ ഹന്ന ഹാംപ്ടൺ ആണ് കേട്ടോ. മികച്ച വനിതാ ഗോൾ കീപ്പർ ആരാണ്? ഹന്ന ഹാംപ്ടൺ, ഇംഗ്ലണ്ട്. ഇനി ഈ ഫിഫ അവാർഡ്സുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്രഥമ ഫിഫ സമാധാന പുരസ്കാര ജേതാവാരാണ്? നമ്മുടെ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് കേട്ടോ. പ്രഥമ ഫിഫ സമാധാന പുരസ്കാര ജേതാവ് ഡൊണാൾഡ് ട്രംപ് ആണ്. അതോടൊപ്പം തന്നെ നിലവിലെ ഫിഫയുടെ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോ ആണ് കേട്ടോ. നിലവിലെ ഫിഫ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോ ആണ്. ക്ലിയർ ആണ്? ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇനി ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. ഈ റീസെന്റ് ആയിട്ട് നടന്ന 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം ആർക്കാണ്? കർലോസ് അൽക്കാരസിനാണ് ലഭിച്ചത്. വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കിരീടം നേടുന്ന ആദ്യ കസാഖിസ്ഥാൻ താരമാണ്. അതായത് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ കസാഖിസ്ഥാൻ താരമാണ് എലീന റൈബാക്കിന. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ കിരീടം നേടുന്ന ആദ്യ കസാഖിസ്ഥാൻ താരം ആരാണെന്ന് ചോദിക്കും. ആരാണ്? എലീന റൈബാക്കിനെയാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻസിലെ പുരുഷ സിംഗിൾസ് കിരീടം കർലോസ് അൽക്കാരസ്, വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിന. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇനി നമുക്ക് 2025 ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ഒന്ന് നോക്കി പോവാം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നർ, വനിതാ സിംഗിൾസ് കിരീടം മാഡിസൺ കീസ്.
2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസ് കിരീടം ആരാണ്? കൊക്കോ ഗൌഫുമാണ്. ഇനി 2025 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നർ, വനിതാ സിംഗിൾസ് കിരീടം ഇഗ സിയാടെക്. 2025 US ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസ് കിരീടം അരീന സബലങ്കയുമാണ് കേട്ടോ. ഈ 2025 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കണം. ഏറ്റവും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ നമ്മുടെ അതായത് നമുക്കറിയാലോ, ഓർഡർ അറിയാലോ, ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പാണ്. അപ്പം ഈ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതൽ. പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനുമാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നടന്ന 2025 US ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസ് കിരീടം അരീന സബലങ്കയുമാണ് കേട്ടോ. അത് രണ്ടും ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണേ, പരീക്ഷയ്ക്ക് ചോദിക്കും ഉറപ്പാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. 2025-26 സീസണിലെ സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? സർവീസസ് ആണ് കേട്ടോ. സർവീസസിന്റെ 8ാം സന്തോഷ് ട്രോഫി കിരീടമാണ് കേട്ടോ, പഠിച്ചു വെക്കണം. 2025-26 സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടമാണ്. അതുപോലെ തന്നെ 2025-26 രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ ആരാണ്? ജമ്മു കാശ്മീരിനാണ്. ജമ്മു കാശ്മീരിന്റെ അഥവാ ആദ്യമായി രഞ്ജി ട്രോഫി കിരീടം നേടുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ കേട്ടോ. അപ്പോൾ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കപ്പാണ് 2025-26 രഞ്ജി ട്രോഫി ജേതാക്കളാവുന്ന ആദ്യ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ കേട്ടോ. പ്രഥമ കിരീടമാണ് ജമ്മു കാശ്മീരിന്റെ. അടുത്ത പോയിന്റ് നോക്കാം. CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2026 ജേതാക്കൾ ആരൊക്കെയാണ്? രാഹുൽ ദ്രാവിഡും റോജർ ബിന്നിയുമാണ് കേട്ടോ. അപ്പൊ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മികച്ച പുരുഷ അവാർഡാണ്. മെൻസ് വിഭാഗത്തിൽ രാഹുൽ ദ്രാവിഡും റോജർ ബിന്നിയുമാണ്. ഇനി CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് വനിതകൾക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് മിതാലി രാജിനാണ് കേട്ടോ. അപ്പൊ കണക്ട് ചെയ്തോണം. CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് രാഹുൽ ദ്രാവിഡും റോജർ ബിന്നിയും. പിന്നെ എന്താണ്? CK നായിഡു വനിതകൾക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് മിതാലി രാജുമാണ്. ഇനി BCCI മികച്ച അന്താരാഷ്ട്ര വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദാനയാണ് കേട്ടോ. 2025 BCCI മികച്ച അന്താരാഷ്ട്ര വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദാനയാണ്. തുടർച്ചയായ 2ാം വർഷവും കരിയറിലെ 5ാം തവണയുമാണ് സ്മൃതി ഈ ഒരു പുരസ്കാരം നേടുന്നത്. അതുപോലെ തന്നെ BCCI മികച്ച അന്താരാഷ്ട്ര അരങ്ങേറ്റ പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തത് ഹർഷിത് റാണയും BCCI മികച്ച അന്താരാഷ്ട്ര അരങ്ങേറ്റ വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തത് എൻശ്രീ ചരണിയുമാണ്. ക്ലിയർ ആണ്? ഇനി നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. 2026 കേന്ദ്ര ബജറ്റ്, യൂണിയൻ ബജറ്റ് 2026-27. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് നമുക്ക് പഠിച്ചു പോവാം. ഫസ്റ്റ് തന്നെ നമുക്കറിയാം, ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026 ഫെബ്രുവരി 1 പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ് 2026 കേന്ദ്ര ബജറ്റ്. അതൊരു ഞായറാഴ്ച ദിവസമാണ്. അതപ്പോൾ പ്രത്യേകതയാണ്, ഞായറാഴ്ച അവതരിപ്പിക്കുന്ന 2ാമത്തെ ബജറ്റ് കൂടിയാണ് ഈ 2026 ബജറ്റ് കേട്ടോ. അപ്പോൾ ക്ലിയർ ആണ്? അതോടൊപ്പം തന്നെ കർത്തവ്യ ഭവനിൽ വെച്ച് തയ്യാറാക്കിയ ആദ്യ ബജറ്റാണ് കേട്ടോ. അപ്പൊ കർത്തവ്യ ഭവനിൽ വെച്ച് തയ്യാറാക്കിയ ആദ്യ കേന്ദ്ര ബജറ്റാണ്. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബജറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പൊ വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ബജറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു കേന്ദ്ര ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്കീംസ് അഥവാ പദ്ധതികളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതൽ. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ, ആഭ്യന്തര സെമി കണ്ടക്ടർ ഉൽപാദനം ശക്തമാക്കാൻ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പ്രഖ്യാപിച്ചു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് ആഭ്യന്തര സെമി കണ്ടക്ടർ ഉൽപാദനം ശക്തമാക്കാൻ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പ്രഖ്യാപിച്ചു. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പ്രഖ്യാപിച്ചു. അതായത് ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണ പദ്ധതിയുടെ വിഹിതം 40,000 കോടിയായി ഉയർത്തി കേട്ടോ. അപ്പൊ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഈ ഒരു കേന്ദ്ര ബജറ്റിലാണ് ആഭ്യന്തര സെമി കണ്ടക്ടർ ഉൽപാദനം ശക്തമാക്കാൻ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതി പ്രഖ്യാപിച്ചത്. ഇനി അടുത്തൊരു പദ്ധതിയാണ് ബയോ ഫാർമ ശക്തി കേട്ടോ. ബയോ ഫാർമ ശക്തി പദ്ധതി എന്താണെന്ന് നോക്കാം. ഇന്ത്യയെ ആഗോള ബയോ ഫാർമ നിർമ്മാണ ഹബ്ബാക്കി മാറ്റാൻ 10,000 കോടിയുടെ പദ്ധതി. അപ്പൊ പഠിച്ചു വെക്കണം, എന്താണ് ശക്തിയെ ആഗോള ബയോ ഫാർമ നിർമ്മാണ ഹബ്ബാക്കി മാറ്റാൻ 10,000 കോടിയുടെ പദ്ധതിയാണ് ബയോ ഫാർമ ശക്തി പദ്ധതി. ബയോ ഫാർമ ശക്തി പദ്ധതി. ഇനി അടുത്ത് നോക്കാം, MSME അഥവാ ചെറുകിട വ്യവസായങ്ങളെ പിന്തുണയ്ക്കാൻ 10,000 കോടിയുടെ SME ഗ്രോത്ത് ഫണ്ട് രൂപീകരിക്കും. അപ്പൊ ഈ ഒരു ബജറ്റ് പ്രഖ്യാപിച്ചാണ് ചെറുകിട വ്യവസായങ്ങളെ പിന്തുണയ്ക്കാൻ 10,000 കോടിയുടെ SME ഗ്രോത്ത് ഫണ്ട് രൂപീകരിക്കും. അതുപോലെ തന്നെ ഭാരത് വിസ്താർ, പരീക്ഷയ്ക്ക് ചോദിക്കുക, കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഭാരത് വിസ്താർ, അതായത് കർഷകർക്ക് കൃഷി സംബന്ധമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന ബഹുഭാഷ AI പ്ലാറ്റ്ഫോമായ
ഭാരത് വിസ്താർ രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാരത് വിസ്താർ എന്താണ്? കർഷകർക്ക് കൃഷി സംബന്ധമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന ബഹുഭാഷ AI പ്ലാറ്റ്ഫോമാണ്. ഇനി അടുത്തത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ഉപജീവന മിഷൻ ഗ്രാമീൺ ആക്ട് കേട്ടോ. ആജീവന മിഷൻ ആക്ട് അതായത് തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കാൻ എന്താണ് ഗ്രാമീണ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് VBG റാംജി പദ്ധതി. നമ്മൾ പഠിച്ചതാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് ശേഷം വന്ന അതിന്റെ ഒരു പുതിയ വേർഷനാണ് VBG റാംജി പദ്ധതി കേട്ടോ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആണ് ആക്ട് ആണ് VBG റാംജി എന്ന് പറയുന്നത്. VBG റാംജിയിൽ എന്താണ് ഇപ്പൊ നിലവിൽ വന്ന VBG റാംജി മിഷനിൽ എന്താണ് 60% കേന്ദ്ര സർക്കാർ വിഹിതവും 40% സംസ്ഥാന വിഹിതവുമായിട്ടാണ് നടപ്പിലാക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് VBG റാംജി പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് 2026 ജൂലൈ 1 മുതലാണ് ഈ ഒരു വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീണ നിലവിൽ വരുന്നത്. 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഗ്രാമീണ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ അതായത് പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന 7 പുതിയ ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചു ഈ ഒരു ബജറ്റില്. പിന്നെ മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് പദ്ധതി അതായത് ഖാദി കൈത്തറി കരകൗശല മേഖലകളെ ശക്തിപ്പെടുത്താനുള്ള പുതിയ സംരംഭമാണ് മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് പദ്ധതി. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് വയ്ക്കാം. മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാളത്തെ പരീക്ഷയ്ക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഖാദി കൈത്തറി കരകൗശല മേഖലകളെ ശക്തിപ്പെടുത്താനുള്ള പുതിയ സംരംഭ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് പദ്ധതി. അടുത്തത് വെറ്റിനറി ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം അതായത് മൃഗസംരക്ഷണ മേഖലയിലെ വികസനത്തിനും സ്വകാര്യ മേഖലയിൽ വെറ്റിനറി കോളേജുകളും ആശുപത്രികളും സ്ഥാപിക്കുന്നതിനുമുള്ള സഹായ പദ്ധതിയാണ്. ഇനി കോക്കനട്ട് പ്രൊമോഷൻ സ്കീം എന്താണ്? പേരേക്കുമ്പോഴേ അറിയാം, നാളികേര ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതിയാണ്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 നമ്മൾ പറഞ്ഞാണ് ആഭ്യന്തര ചിപ്പ് നിർമ്മാണം ശക്തമാക്കാനുള്ള 2ാം ഘട്ട പദ്ധതിയാണ്. ഇനി MSME നമ്മൾ പറഞ്ഞാണ്. ഇനി ഷീമാർട്ട് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഷീമാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കമ്മ്യൂണിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ്. അപ്പൊ എന്താണ് ഷീമാർട്ട്? ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കമ്മ്യൂണിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റുകളെ സ്ഥാപിക്കുന്ന പദ്ധതിയാണ്. ഇനി ദിവ്യാംഗ് കൗശൽ യോജന നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ദിവ്യാംഗ് കൗശൽ യോജന എന്താണ്? ഭിന്നശേഷിക്കാരായ യുവാക്കൾക്ക് IT ആനിമേഷൻ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ പഠിച്ചു വെക്കണം, ഭിന്നശേഷിക്കാരായ യുവാക്കൾക്ക് IT ആനിമേഷൻ ഹോസ്പിറ്റാലിറ്റി എന്നീ മേഖലകളിൽ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്ന കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ദിവ്യാംഗ് കൗശൽ യോജന. ഇനി അടുത്തത് ടർട്ടിൽ ട്രയൽസ് ആണ്. ടർട്ടിൽ ട്രയൽസ് അതായത് നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലെ ആമകളുടെ സുപ്രധാന പ്രജനന കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പരിസ്ഥിതി സൗഹൃദ പദ്ധതിയാണ് എന്താണ്? ടർട്ടിൽ ട്രയൽസ് എന്ന് പറഞ്ഞ പദ്ധതി. അതുപോലെ തന്നെ റെയർ എർത്ത് കോറിഡോർ അതായത് കേരളത്തിന്റെ തീരദേശ ഘനസമ്പത്ത് പ്രയോജനപ്പെടുത്താനായി ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവയോടൊപ്പം കേരളത്തിലും പ്രത്യേക റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കും. വിഴിഞ്ഞം, ചവറ, കൊച്ചി എന്നിവയെ ബന്ധിപ്പിച്ചാണ് ഈ ഒരു പദ്ധതി വിഭാജനം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിന് എന്തൊക്കെയാണ് ഈ ഒരു കേന്ദ്ര ബജറ്റ് പ്രകാരം കിട്ടിയത്? ഒന്നാമത്തേത് എന്താണ്? ടർട്ടിൽ ടൂറിസം ആണ്. ടർട്ടിൽ ടൂറിസം അതായത് എന്താണ്? തീരദേശ പ്രദേശങ്ങളിലെ ആമകളുടെ സുപ്രധാന പ്രജനന കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പരിസ്ഥിതി സൗഹൃദ പദ്ധതി പ്രഖ്യാപിച്ചത് നമ്മുടെ കേരളത്തിന്. അതിനുശേഷം എന്താണ്? റെയർ എർത്ത് കോറിഡോർ അതായത് കേരളത്തിന്റെ തീരപ്രദേശ ഖനന സമ്പത്ത് റെയർ എർത്തിന്റെ സമ്പത്ത് പ്രയോജനപ്പെടുത്താനായിട്ട് കേരളം കൂടാതെ തന്നെ കേരളം, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവയെ കണക്ട് ചെയ്തിട്ടുള്ള റെയർ എർത്ത് കോറിഡോർ പദ്ധതി സ്ഥാപിക്കും എന്നാണ് ഈ ഒരു ബജറ്റിൽ കേരള പ്രകാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കേന്ദ്ര ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം വേണ്ടിയിട്ട് ടെലഗ്രാമിലാണ് ആ കറണ്ട് അഫയേഴ്സ് ബാച്ച് നടക്കുന്നത്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് നമ്മുടെ ആ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് വരുന്നത്. ലൈവ് ക്ലാസ് ആണ്, 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ റെക്കോർഡർ സെക്ഷൻ ഇടുന്നതാണ്. ഇതുവരെ എടുത്ത ക്ലാസിന്റെ എല്ലാ റെക്കോർഡർ സെക്ഷൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സ് ക്ലാസിന്റെ PDF നോട്ട്സ് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, പിന്നെ റിവിഷൻ ക്ലാസ്സസ് ആയിരിക്കും, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും.
അതായത് എന്താണ്, നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും ഇതിലൊരു കറണ്ട് അഫയേഴ്സ് നമ്മൾ ഈ ഒരു ബാച്ചിൽ പഠിപ്പിക്കുന്നത്. ടോപ്പിക് വൈസ് കൂടാതെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ബാച്ചിലൂടെ പോകുന്നത്. ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നില്ല. അതായത് ഇനി വരുന്ന 6 മാസത്തേക്ക് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. നമ്മുടെ ഈ ഒരു സീസണിലെ ഏറ്റവും അവസാനം നടക്കുന്ന പരീക്ഷയാണ് VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ആ പരീക്ഷ വരെയായിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പൊ ഇനി നിരവധി പരീക്ഷകളാണ് വരുന്നത്. CPO, WCPO, പിന്നെ ഫയർമാൻ, ഫയർ വുമൺ, നിരവധി പരീക്ഷകളാണ്, ഡിഗ്രി മെയിൻസ് പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പക്കയാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താണ്, ഫോർ അഡ്മിഷന് നിങ്ങളുടെ ഈ ഒരു 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം 10ഉം 20ഉം മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിന് മാർക്ക് ചോദിക്കുന്നത്. ആ ഫുൾ മാർക്ക് ഞാൻ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ പാർട്ട് ഞാൻ പക്കയാക്കി തന്നെയാണ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ക്ലിയർ ആണേ? നമുക്ക് ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. നമ്മൾ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് കേരള ബജറ്റ്. നമുക്കറിയാം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 പരീക്ഷയിൽ കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ചോദിച്ചിരുന്നു. അപ്പൊ ഇനി അത് റിലേറ്റ് ചെയ്തും ചോദിക്കാം. അപ്പൊ കേരള ബജറ്റ് 2026 ആരാണ് അവതരിപ്പിച്ചതെന്ന് അറിയാമല്ലോ. ആരാണ്? ധനമന്ത്രിയായിട്ടുള്ള കഴിഞ്ഞ സർക്കാരിന്റെ ധനമന്ത്രിയായിട്ടുള്ള ആരാണ്? KN ബാലഗോപാലാണ് ഈ കേരള ബജറ്റ് 2026-27 നിയമസഭയിൽ അവതരിപ്പിച്ചത്. എന്താണെന്ന് നോക്കാം. കേരള ബജറ്റ് 2026-27 അറിയപ്പെടുന്നത് വയോജന ബജറ്റ് എന്നാണ്, എൽഡർലി ബഡ്ജറ്റിംഗ്. എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വയോജന ബജറ്റ് ചട്ടക്കൂട് അവതരിപ്പിച്ചത് ഈ ബജറ്റിലാണ്. മുതിർന്ന പൗരന്മാർക്കായി KFC എന്ന് പറഞ്ഞാൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി 3% പലിശ സബ്സിഡിയോടുകൂടി 20 കോടി രൂപ വരെയുള്ള വായ്പാ പദ്ധതിയും പ്രഖ്യാപിച്ചു കേട്ടോ. അപ്പം കേരള ബജറ്റ് 2026 അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വയോജന ബജറ്റ് എന്നാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ സ്കീം എന്താണ്? നിലവിൽ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊന്നും ലഭിക്കാത്ത 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ, ട്രാൻസ് വുമൺ ഉൾപ്പെടെ പ്രതിമാസം 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി. ഇതിനായി 3720 കോടി രൂപ വകയിരുത്തി കേട്ടോ. അപ്പൊ വയസ്സൊന്ന് ഓർത്ത് വെച്ചോടെ. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ സ്കീമിൽ നിലവിൽ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊന്നും ലഭിക്കാത്ത 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളും ട്രാൻസ് വുമണും പ്രതിമാസം 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി. ഇനി അടുത്തൊരു പദ്ധതിയാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്. എന്താണ്? 18നും 30നും ഇടയിൽ പ്രായമുള്ള അഭ്യസ്ത വിദ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുന്നതിനായി ഒരു വർഷം പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. ഇതിന് ബജറ്റ് വിഹിതം 400 കോടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം എന്താണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 18നും, നോട്ട് ചെയ്തോണേ, വയസ്സ് പരീക്ഷയ്ക്ക് ചോദിക്കും. 18നും 30നും ഇടയിൽ പ്രായമുള്ള അഭ്യസ്ത വിദ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുന്നതിനായി ഒരു വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. ഇനി അടുത്തത് കേരള ബജറ്റിന്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു സൗജന്യ ബിരുദ വിദ്യാഭ്യാസം. എന്താണ്? സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദ വിദ്യാഭ്യാസം സൗജന്യമാക്കി. ഇനി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ്. എന്താണ്? 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. ബജറ്റ് വിഹിതം 15 കോടി രൂപ അനുവദിച്ചു. ഇനി ലൈഫ് സേവർ പദ്ധതി എന്താണ്? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത അഥവാ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അപ്പൊ എന്താണ് ലൈഫ് സേവർ പദ്ധതി? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസമാണ്, 5 ദിവസം പണരഹിത ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ലൈഫ് സേവർ പദ്ധതി. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കേരള ബജറ്റ് 2026 നമ്മളെ എൽഡർലി ബജറ്റ് അഥവാ വയോജന ബജറ്റ് എന്ന് അറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ എൻവയോൺമെന്റൽ ബജറ്റും എന്ന് അറിയപ്പെടുന്നു. എന്താണെന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത നിവാരണം, ഹരിത ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ബജറ്റിന്റെ ഭാഗമായി പരിസ്ഥിതി ബജറ്റും അവതരിപ്പിച്ചു. എന്താണ്? 2040ഓടെ 100% പുനരുപയോഗ ഊർജവും 2050ഓടെ കാർബൺ ന്യൂട്രാലിറ്റിയും കൈവരിക്കുകയാണ് ലക്ഷ്യം. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് ആണ്. അടുത്തത് രമൺ മാഗ്സസെ അവാർഡ് 2025. 2025 രമൺ മാഗ്സസെ പുരസ്കാരം
3 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഒന്ന് ഒരു സംഘടനയ്ക്കും പിന്നെ ബാക്കി 2 വ്യക്തികൾക്കുമാണ്. സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിയും, രണ്ടാമത്തെ ആള് ഷാഹിന അലിയും, പിന്നെ അന്റോണിയോ എൽ വിലാനോവയുമാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കിപ്പോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ സംഘടനയാണ്. സംഘടന നമ്മുടെ ഇന്ത്യയിലുള്ള സംഘടനയാണ്. അപ്പൊ നോക്കാം, രമൺ മഗ്സസെ പുരസ്കാരം 2025 ലഭിച്ച ഇന്ത്യയിലെ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി കേട്ടോ. എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി ഈ ഒരു സംഘടന ഇന്ത്യയിലെ പിന്നോക്ക ഗ്രാമങ്ങളിൽ, ഗ്രാമീണ മേഖലകളിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്ന NGO മഗ്സസെ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, രമൺ മഗ്സസെ പുരസ്കാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. ഈ ഒരു സംഘടന സഫീന ഹുസൈൻ ആണ് 2027 ഈ സംഘടന സ്ഥാപിച്ചത്. അപ്പൊ സഫീന ഹുസൈൻ ആണ് 2007 ഈ ഒരു സംഘടന സ്ഥാപിച്ചത്. ഈ ഒരു സംഘടനയുടെ ആസ്ഥാനം രാജസ്ഥാനാണ് കേട്ടോ. അപ്പൊ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന് പറഞ്ഞ സംഘടനയുടെ ആസ്ഥാനം രാജസ്ഥാനാണ്. ഇവരുടെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഉൾഗ്രാമങ്ങളിലാണ് പ്രധാനമായിട്ടും ഇവര് പ്രവർത്തിക്കുന്നത്. ആസ്ഥാനം രാജസ്ഥാനാണ്. ഫൗണ്ടർ സഹീന ഹുസൈൻ ആണ് 2007 കേട്ടോ. എന്താണ് ഇവരുടെ ഉദ്ദേശം? എന്താണ്? ഇന്ത്യയിലെ പിന്നോക്ക ഗ്രാമീണ മേഖലകളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്ന NGO സംഘടനയാണ് കേട്ടോ. എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്നാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രമൺ മഗ്സസെ പുരസ്കാരം 2025 അടുത്ത 2 വ്യക്തികൾക്ക് ലഭിച്ചില്ലേ, അവരുടെ നോക്കാം. അത് ഷാഹീന അലിയാണ് കേട്ടോ. ഷാഹീന അലിയാണ്, മാലദ്വീപ് സ്വദേശിനിയാണ് ഷാഹീന അലി. ഈ ഷാഹീന അലി പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവർക്ക് ഈ ഒരു രമൺ മഗ്സസെ പുരസ്കാരം 2025 ലഭിച്ചത്. ഇനി മൂന്നാമത്തെ ആള് അന്റോണിയോ എൽ വിലാനോവയാണ് കേട്ടോ. അന്റോണിയോ എൽ വിലാനോവയാണ്. ഇദ്ദേഹം ഫിലിപ്പീൻസ് സ്വദേശിയാണ്. ഇദ്ദേഹം ഒരു പുരോഹിതനാണ് കേട്ടോ. അന്റോണിയോ എൽ വിലാനോവ ഒരു പുരോഹിതനാണ്. അതായത് സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ചതിനാണ് അന്റോണിയോ എൽ വിലാനോവയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. പറഞ്ഞിരിക്കണേ. അപ്പൊ ആർക്കൊക്കെയാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രമൺ മഗ്സസെ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. പിന്നെ ഷാഹീന അലി, മാലദ്വീപ് സ്വദേശിനി, പരിസ്ഥിതി സംരക്ഷണത്തിനാണ്. പിന്നെ ആർക്കാണ്? അന്റോണിയോ എൽ വിലാനോവ പുരോഹിതനാണ്, ഫിലിപ്പീൻസ് സ്വദേശിയാണ് കേട്ടോ. ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും പഠിച്ചേ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് 2026 68ാമത് ഗ്രാമി അവാർഡ് കേട്ടോ. 2026 68ാമത് ഗ്രാമി അവാർഡിലെ ബെസ്റ്റ് ഓഡിയോ ബുക്ക് നറേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ നമ്മുടെ ദലൈ ലാമയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്? 2026 68ാമത് ഗ്രാമി അവാർഡ് പുരസ്കാരത്തിലെ ബെസ്റ്റ് ഓഡിയോ ബുക്ക് നറേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ദലൈ ലാമയ്ക്കാണ് കേട്ടോ. ദലൈ ലാമയ്ക്കാണ്. അപ്പൊ എന്താണ്? ഓഡിയോ ബുക്കാണ്. അപ്പൊ ദലൈ ലാമയുടെ ഏത് ഓഡിയോ ബുക്കിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനെസ് ദലൈ ലാമ എന്ന് പറഞ്ഞ ദലൈ ലാമയുടെ പുസ്തകത്തിനാണ് ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്തത് 2026 ആബേൽ പുരസ്കാരം, അതായത് ഗണിതശാസ്ത്ര മേഖലയിലെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്നതാണ് ആബേൽ പുരസ്കാരം കേട്ടോ. അപ്പൊ 2026 ആബേൽ പുരസ്കാരം ജർമ്മൻ ഗണിത ശാസ്ത്രജ്ഞനായിട്ടുള്ള ഗെറാൾഡ് ഹാൾട്ടിങ്സിനാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2026 ആബേൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ജർമ്മൻ ഗണിത ശാസ്ത്രജ്ഞനായിട്ടുള്ള ഗെറാൾഡ് ഫാൾട്ടിങ്സ്. ഇനി 2025 ആബേൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞനായ മസക്കി കഷിവാരയ്ക്കാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2026 ആബേൽ പുരസ്കാരം ഗെർഡ് ഫാൾട്ടിങ്സ് ജർമ്മനി. 2025 ആബേൽ പുരസ്കാരം മസക്കി കാഷിവാര ജപ്പാനീസ്. ക്ലിയർ ആണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇനി അടുത്ത പോയിന്റ്, ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി കേട്ടോ. നമുക്കറിയാം പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ നടക്കുമല്ലേ. അപ്പൊ ഇറാനെതിരെ അമേരിക്ക നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇനി USA അതായത് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം അഥവാ ഗർജിക്കുന്ന സിംഹം. ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഓപ്പറേഷൻ ലയൺസ് റോർ ഓർ റോറിംഗ് ലയൺ കേട്ടോ. അപ്പൊ കണക്ട് ചെയ്ത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയല് ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം അഥവാ ഗർജിക്കുന്ന സിംഹം. ഇനി അടുത്ത പോയിന്റ്, ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന
അയത്തുള്ള അലി ഖമേനിയെ US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ വധിക്കപ്പെട്ട തീയതി എന്നാണ്? 2026 ഫെബ്രുവരി 28-നാണ്. അപ്പൊ പഠിച്ചു വെക്കണേ, ആ തീയതി എന്ന് ഓർത്ത് വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ എന്താണ്? ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയെ US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ വധിക്കപ്പെട്ടത് എന്നാണ്? 2026 ഫെബ്രുവരി 28-നാണ്. ഇനി അടുത്ത പോയിന്റ്, ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മുജ്തബ ഖമേനിയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ, ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മുജ്തബ അലി ഖമേനിയാണ്. മുജ്തബ ഖമേനിയാണ്. ഇനി അടുത്ത പോയിന്റ്, പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്കിടെ സാങ്കേതിക തകരാറുകൾ ചൂണ്ടിക്കാട്ടി കൊച്ചിയിൽ നങ്കൂരമിട്ട ഇറാനിയൻ യുദ്ധക്കപ്പൽ ഏതാണ്? ഐറിസ് ലാവനാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാമേ, പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്കിടെ സാങ്കേതിക തകരാറുകൾ ചൂണ്ടിക്കാട്ടി കൊച്ചിയിൽ നങ്കൂരമിട്ട ഇറാനിയൻ യുദ്ധക്കപ്പൽ ഏതാണ്? ഐറിസ് ലാവനാണ്. ഐറിസ് ലാവൻ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ആഗോള എണ്ണ വ്യാപാരത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ ഹോർമൂസ് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാൻ, ഒമാൻ, UAE ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഗ്യാസിന്റെയൊക്കെ ക്ഷാമം വരുന്നതിന് കാരണം എന്താണ്? യുദ്ധം നടക്കുന്നവർ ഹോർമൂസ് കടലിടുക്ക് അടച്ചു വെച്ചത് കൊണ്ടൊക്കെ മൂലമല്ലേ? അപ്പൊ പഠിച്ചു വെക്കണം, ഹോർമൂസ് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയണം ഇറാൻ, ഒമാൻ, UAE കേട്ടോ. അപ്പൊ ഇറാൻ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് ഹോർമൂസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ മുഴുവൻ നിയന്ത്രണവും ആരുടെ കയ്യിലാണ്? ഇറാന്റെ കയ്യിലാണ് കേട്ടോ. അതുകൂടെ ഒന്ന് കണക്ട് ചെയ്താണ്. ഹോർമൂസ് കടലിടുക്കിന്റെ മുഴുവൻ നിയന്ത്രണവും ഇറാന്റെ കയ്യിലാണ്. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ്, വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ പിടികൂടാൻ US സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് കേട്ടോ. പഠിച്ചു വെക്കണേ, വെനസ്വേലൻ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ US സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. അടുത്ത പോയിന്റ്, വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടാൻ നടത്തിയ US സൈനിക നീക്കത്തിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഏതാണ്? ക്ലോഡ് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ, വെനസ്വേലൻ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മദൂറോയെ പിടികൂടാൻ നടത്തിയ US സൈനിക നീക്കത്തിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI മോഡൽ ഏതാണ്? ക്ലോഡ് ആണ്. ഇനി നമ്മുടെ ഇൻഡെക്സുകളുമായിട്ട് ബന്ധപ്പെട്ട നാളെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026 അഥവാ ആഗോള സന്തോഷ സൂചിക 2026 ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ് കേട്ടോ. ആഗോള സന്തോഷ സൂചിക 2026 ഒന്നാം സ്ഥാനം ഫിൻലൻഡ് ആണ്. തുടർച്ചയായ 9ാം വർഷമാണ് ഫിൻലൻഡ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം പരീക്ഷയ്ക്ക് ചോദിക്കാം 116 ആണ് കേട്ടോ. അപ്പൊ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 116, ഒന്നാം സ്ഥാനം ഫിൻലൻഡ്. 2025 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 118 ആയിരുന്നു, ഇപ്പോൾ 116 ആയി കേട്ടോ. അതുപോലെ തന്നെ അവസാന സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കാം. അഫ്ഗാനിസ്ഥാനാണ്, 147ാം സ്ഥാനം കേട്ടോ. കടുത്ത മാനുഷിക സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന അഫ്ഗാനിസ്ഥാനാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ. അപ്പൊ പഠിച്ചു നോക്കണം, ഇന്ത്യയുടെ സ്ഥാനം 116, ഒന്നാം സ്ഥാനം ഫിൻലൻഡ്. 2026 ഇന്ത്യയുടെ സ്ഥാനം 116, 2025 ഇന്ത്യയുടെ സ്ഥാനം 118. കണക്ട് ചെയ്തോണേ. ഇനി അടുത്ത പോയിന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025-26 അഥവാ UN മാനവ വികസന സൂചിക 2025-26 ഒന്നാം സ്ഥാനം ഐസ്ലൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 130 കേട്ടോ. അപ്പൊ UN മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130, ഒന്നാം സ്ഥാനം ഐസ്ലൻഡും അവസാന സ്ഥാനത്തുള്ള രാജ്യം ദക്ഷിണ സുഡാനാണ് അഥവാ സൗത്ത് സുഡാനാണ്. ഇനി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2026 അഥവാ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 102 ആണ് കേട്ടോ. അപ്പം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം 102. അതുപോലെ തന്നെ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം സൊമാലിയാണ് കേട്ടോ. ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം സൊമാലിയ. ഇനി പരീക്ഷയ്ക്ക് വയ്ക്കാം, ഹെല്ലി പാസ്പോർട്ട് സൂചിക, ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 75ാം സ്ഥാനമാണ് കേട്ടോ. 2026 ഹെല്ലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 75 ആണ്. 2025 85ാം സ്ഥാനമായിരുന്നു. ഇപ്പൊ 26 ആയപ്പോഴത്തേനും നമ്മൾ കൂട്ടി കേട്ടോ, 75ാം സ്ഥാനമായി. അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് നിലവിൽ 56 രാജ്യങ്ങളിലേക്ക് മുൻകൂട്ട് വിസയില്ലാതെ അഥവാ വിസ ഫ്രീയോ വിസ ഓൺ അറൈവൽ ആയിട്ടും യാത്ര ചെയ്യാം നിലവിൽ. അതുപോലെ തന്നെ ഹെല്ലി പാസ്പോർട്ട് സൂചിക 2026 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ് കേട്ടോ. ഒന്നാം സ്ഥാനം സിംഗപ്പൂരാണ്, അവസാന സ്ഥാനം അഫ്ഗാനിസ്ഥാനാണ്. ഇനി വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2025-26 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 6ാം സ്ഥാനമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും മലിനമായ 6ാമത്തെ വായു ഉള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഇനി ഒന്നാം സ്ഥാനം ലോകത്തിലെ ഏറ്റവും മലിനമായ എയർ ഉള്ള രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകാം, പരീക്ഷയ്ക്ക് ചോദിക്കാം.
കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ് പുതിയതായിട്ടുള്ളത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ പിന്നോക്ക വിഭാഗം OBC കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. പഠിക്കണേ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ OBC കമ്മീഷന്റെ ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതയായതാരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? വിജയ് കിഷോർ രാഹത്കർ ആണ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ വാലറ്റി പ്രേംചന്ദ് ആണ്. വാലറ്റി പ്രേംചന്ദ് ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതാരാണ്? രാജ്കുമാർ ഗോയൽ ആണ് കേട്ടോ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതാരാണ്? രാജ്കുമാർ ഗോയൽ ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ആരാണ്? PR രമേശ് ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി PR രമേശ് ആണ്. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നീതി ചിബ്ബറാണ് കേട്ടോ. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നീതി ചിബ്ബറാണ്. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. അതുപോലെ തന്നെ കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാർ ആണ് കേട്ടോ. കേരളത്തിന്റെ പുതിയ കമ്മീഷണർ ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാർ ആണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായതാണ് ആരാണ്? ജസ്റ്റിസ് സൗമൻസൻ ആണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായതാരാണ്? ജസ്റ്റിസ് സൗമൻസൻ. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ അഡ്വക്കേറ്റ് K സോമപ്രസാദ് ആണ് കേട്ടോ. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായത് VP സാനു ആണ്. അതുപോലെ തന്നെ മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംസ്ഥാന കമ്മീഷന്റെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. ലോകസഭ അവകാശ ലംഘന സമിതിയുടെ അധ്യക്ഷനാരാണ്? രവിശങ്കർ പ്രസാദ് ആണ് കേട്ടോ. അപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്. ലോകസഭ അവകാശ ലംഘന സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രവിശങ്കർ പ്രസാദ് ആണ്. ഇനി മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? യൂനോം ഖേംചന്ദ് ആണ് കേട്ടോ. യൂനോം ഖേംചന്ദ് സിംഗ് ആണ്. ഇപ്പൊ അടുത്തിടെ കുറെ മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. അപ്പൊ മണിപ്പൂർ 2 മാസം മുമ്പ് നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ പഠിച്ചു വെക്കണം. മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ആരാണ്? യൂനോം ഖേംചന്ദ് സിംഗ് ആണ്. കേന്ദ്ര കൽക്കരി ഖനന വകുപ്പ് മന്ത്രി ആരാണ്? G കിഷൻ റെഡ്ഡിയാണ് കേട്ടോ. കേന്ദ്ര കൽക്കരി ഖനന വകുപ്പ് മന്ത്രി G കിഷൻ റെഡ്ഡിയാണ്. ഇനി നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥ് ആണ് കേട്ടോ. നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥ്. നിലവിലെ ഗ്രാമവികസന വകുപ്പ് സെക്രട്ടറി റീസെന്റ് ആയിട്ട് നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്, രോഹിത് കൻസൽ ആണ് കേട്ടോ. നിലവിലെ കേന്ദ്ര ഗ്രാമവികസന വകുപ്പിന്റെ സെക്രട്ടറി ആരാണ്? രോഹിത് കൻസൽ ആണ്. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ശ്രീവത്സ കൃഷ്ണയാണ് കേട്ടോ. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ആരാണ്? ശ്രീവത്സ കൃഷ്ണയാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ് കേട്ടോ. കിരൺ റിജിജു ആണ്. അപ്പൊ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, അതോടൊപ്പം തന്നെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് കിരൺ റിജിജു കേട്ടോ. കിരൺ റിജിജു. അടുത്തത് ഫിനാൻഷ്യൽ സർവീസസ് വകുപ്പിന്റെ സെക്രട്ടറി സഞ്ജയ് ലോഹിയാണ് കേട്ടോ. ഫിനാൻഷ്യൽ സർവീസസ് വകുപ്പിന്റെ സെക്രട്ടറി ആരാണ്? സഞ്ജയ് ലോഹിയാണ്. കെമിക്കൽസ് ആൻഡ് പെട്രോകെമിക്കൽസ് വകുപ്പിന്റെ സെക്രട്ടറി തെജുവീർ സിംഗ് ആണ് കേട്ടോ. കെമിക്കൽസ് ആൻഡ് പെട്രോകെമിക്കൽ വകുപ്പിന്റെ സെക്രട്ടറി ആരാണ്? തെജുവീർ സിംഗ് ആണ്. അതുപോലെ തന്നെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ്. നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ്. അതുപോലെ തന്നെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? S ജയശങ്കർ ആണ്. നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ആണ് കേട്ടോ. നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ്. നിലവിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? അമിത് ഷാ ആണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നിലവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയാണ് കേട്ടോ. അപ്പൊ ഇത്രയും അപ്പോയിന്റ്മെന്റ്സ് അറിഞ്ഞിരിക്കണം, നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അടുത്ത പോയിന്റ്, 2027 ഇന്ത്യൻ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുദർശൻ പട്നായിക് ആണ് കേട്ടോ. അപ്പൊ 2027 ഡിജിറ്റൽ ഇന്ത്യൻ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുദർശൻ പട്നായിക് ആണ്. ഇനി അടുത്ത പോയിന്റ്, ജൻവിശ്വാസ് ഭേദഗതി ബില്ല് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായിട്ടുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലാണിത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ്? ചെറുകിട നിയമലംഘന ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലാണ് ജൻവിശ്വാസ് ഭേദഗതി ബില്ല്. ജൻവിശ്വാസ് ഭേദഗതി ബില്ല്. ഇനി അടുത്തത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ UIDAI കേട്ടോ.
അപ്പോൾ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ആധാറിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ പുതിയ പേരെന്താണ്? ഉദയ് എന്നാണ് കേട്ടോ. ആധാറിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ പുതിയ പേരെന്താണ്? ഉദയ് ആണ്. ഉദയ് എന്നുള്ള പേര് നിർദ്ദേശിച്ചത് പൂനെ സ്വദേശിനിയായിട്ടുള്ള റിയ ജെയിൻ ആണ് ഉദയ് എന്നുള്ള പേരിൽ നിർദ്ദേശിച്ചത്. അതുപോലെ ഈ ഒരു ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് നമ്മുടെ മലയാളിയായിട്ടുള്ള തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അരുൺ ഗോകുലാണ് കേട്ടോ. കണക്ട് ചെയ്തോടെ. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ആധാറിന്റെ ഭാഗ്യചിഹ്നമാണ്, ഭാഗ്യചിഹ്നത്തിന്റെ പേരാണ് ഉദയ്. ഉദയ് എന്ന പേര് നിർദ്ദേശിച്ചത് പൂനെ സ്വദേശിനിയായിട്ടുള്ള റിയ ജെയിൻ ആണ്. ഇനി ഉദയ് എന്ന ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് മലയാളിയായിട്ടുള്ള അരുൺ ഗോകുലാണ്. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ്. ISROയിലെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന 2026 പത്മശ്രീ ലഭിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ എ.ഇ. മുത്തുനായകമാണ്. ഡോക്ടർ എ.ഇ. മുത്തുനായകം. ഇനി അടുത്ത പോയിന്റ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ആകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡ് ഇപ്പോൾ ആർക്ക് സ്വന്തമാണ്? ക്രിസ്റ്റീന കോച്ചിനാണ് കേട്ടോ. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡ് ഇപ്പോൾ ആർക്കാണ് സ്വന്തം? ക്രിസ്റ്റീന കോച്ചിനാണ് കേട്ടോ. അപ്പൊ എന്താണ്? ആർട്ടിമസ് 2 ദൗത്യത്തിലെ യാത്രികർ ആരായിരുന്നു? റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൻ ആണ് കേട്ടോ. 10 ദിവസമായിരുന്നു ആർട്ടിമസ് 2 ദൗത്യം നീണ്ടുനിന്നത്. അതുപോലെ തന്നെ ആർട്ടിമസ് 2 ദൗത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റ് കൂടിയായിരുന്നു ക്രിസ്റ്റീന കോച്ച് കേട്ടോ. അടുത്ത പോയിന്റ്. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ആരാണ്? ഖാലിദ് എൽ എനാനിയാണ് കേട്ടോ. ഈജിപ്ത് സ്വദേശിയാണ് കേട്ടോ. അപ്പം പഠിച്ചു നോക്കണം. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ആരാണ്? ഖാലിദ് എൽ എനാനിയാണ്, ഈജിപ്തുകാരനാണ്. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ക്രസ്നാഫോർക്കെ, ഹംഗറി സ്വദേശിയാണ് കേട്ടോ. അപ്പം ഹംഗേറിയൻ എഴുത്തുകാരനാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ക്രസ്നാഫോർക്കെ, ഹംഗറി. 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹരായവര് മേരി ഇ ബ്രാങ്കോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൻ സഗാക്കുച്ചി കേട്ടോ. അപ്പൊ 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? മേരി ഇ റാങ്കോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൻ സഗാക്കുച്ചി. എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം സ്വന്തം അവയവങ്ങളെ ആക്രമിക്കുന്നത് തടയുന്ന പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് സംബന്ധിച്ച നിർണായക കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. അതായത് റെഗുലേറ്ററി ടി കോശങ്ങളുടെ കണ്ടുപിടുത്തത്തിനാണ്. ഇനി 2025 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹരായവരാരൊക്കെയാണ്? ജോൺ ക്ലർക്ക്, മിഷേൽ എച്ച് ഡേവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. പഠിച്ചു വെക്കണേ. 2025 ഭൗതിക ശാസ്ത്രം അഥവാ ഊർജ്ജതന്ത്രം അഥവാ ഫിസിക്സ് മേഖലയിൽ പുരസ്കാരത്തിന് അർഹരായവരാണ് ജോൺ ക്ലർക്ക്, മിഷേൽ എച്ച് ഡേവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. കണ്ടുപിടുത്തം എന്താണ്? വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗും ഊർജ്ജ ക്വാണ്ടൈസേഷൻ എന്നിവയുടെ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഈ അടുത്ത പോയിന്റ്. 2025 കെമിസ്ട്രി രസതന്ത്ര മേഖലയിൽ നോബൽ പുരസ്കാരം ലഭിച്ചത് സുസുമു കിട്ടോഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. 2025 കെമിസ്ട്രി നോബൽ പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ്? സുസുമു കിട്ടോഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. കണ്ടുപിടുത്തം എന്താണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിന് നൽകിയ സംഭാവനകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ ആദ്യ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് കാരവാൻ പാർക്ക് നിലവിൽ വന്നത് മലമ്പുഴ കവ എക്കോ ക്യാമ്പിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് കാരവാൻ പാർക്ക് നിലവിൽ വന്നത് മലമ്പുഴ കവ എക്കോ ക്യാമ്പിലാണ്. ഇനി mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ ഏതാണ്? എൻഡറോമിക്സ് ആണ് കേട്ടോ. mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ ആണ് എൻഡറോമിക്സ്. അടുത്തിടെ നടന്ന ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ചൈനയാണ്. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ അജയ് മൊബൈൽ ആപ്പും PM അജയ് പോർട്ടലും ഏത് വിഭാഗത്തിന്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒന്നുകൂടെ പറയാം. കേന്ദ്ര സാമൂഹ്യ ശാക്തീകരണ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ അജയ് മൊബൈൽ ആപ്ലിക്കേഷനും PM അജയ് പോർട്ടലും ഏത് വിഭാഗത്തിന്റെ ക്ഷേമവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഏതാണ്? റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര. ഇനി അടുത്ത പോയിന്റ്. ഓപ്പറേഷൻ സിന്ധു എന്നാണ് പരീക്ഷയ്ക്ക് വയ്ക്കാം. 2025 ജൂണിൽ പശ്ചിമേഷ്യയിൽ ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിജയകരമായി നടപ്പിലാക്കിയ ഒരു ഒഴിപ്പിക്കൽ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇനി ഓപ്പറേഷൻ സാഗർ ബന്ധു എന്താണെന്ന് നോക്കാം. 2025 നവംബറിൽ
പശ്ചിമ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് സഹായമെത്തിക്കാൻ ഇന്ത്യ നടത്തിയ വൻകിട മാനുഷിക ദുരന്ത നിവാരണ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബിന്ദു കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിനു മുമ്പേ നമ്മൾ ചെയ്തിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന്റെ ഷുവർ ഷോട്ടിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും മറ്റ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും ഒക്കെ കിടക്കുന്നതാണ്. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതെല്ലാം നിങ്ങളൊന്ന് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പൊ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഓൾ. നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്.